ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിധവയായ ഒരു സ്ത്രീയുടെ മകനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് നാം വായിക്കുന്നു. അതിൽ 13-ാം വാക്യം പറയുകയാണ്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നീ കരയണ്ട, നിന്റെ കണ്ണുനീരിനെ കാണുന്നൊരു ദൈവമുണ്ട്. ഈ വചനത്തിൻ്റെ വാക്യങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ഒടുവിൽ തൻ്റെ മകൻ ആശ്രയമായി കാണും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന മാതാവിനാണ് തൻ്റെ കുഞ്ഞിനെ നഷ്ടമാകുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, നിങ്ങളുടെ ഒന്നും നഷ്ടമായിട്ടില്ല. കർത്താവ് സകലതും മടക്കി നൽകും. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ തലമുറകളെ ദൈവം തൊടും. നിങ്ങളുടെ ഭവനത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഉണ്ടാകും. പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, വചനം വായിക്കുന്ന വ്യക്തിയാണോ, ധൈര്യത്തോടെ ഈ വിഷയങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പിൽ നിങ്ങളായിരുന്നു. നിങ്ങളുടെ ഭവനത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ സമയം വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിങ്ങളുടെ തലമുറകളെ ദൈവം തൊടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല. നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്ന ഒരു കർത്താവുണ്ട്. ധൈര്യമായിട്ടിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.